അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മരണം വരെ കാഴ്ച ശക്തി നിലനിൽക്കാനുള്ള അത്ഭുതകരമായ ഒരു മന്ത്രത്തിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ കാഴ്ച ശക്തിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് കാഴ്ച ശക്തി എന്ന് പറയുന്നത്, കണ്ണ് എന്ന് പറയുന്നത്. കണ്ണില്ലാത്തവർക്കേ കണ്ണിന്റെ വില മനസ്സിലാവൂ എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. അത് എത്ര സത്യമാണ്? കണ്ണില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഉമ്മയെ കാണാൻ കഴിയില്ല, ഉപ്പയെ കാണാൻ കഴിയില്ല, ഭാര്യയെയും മക്കളെയും ഭർത്താവിനെയും കുടുംബക്കാരെയും നമ്മൾക്ക് കാണാൻ കഴിയൂല, ഉസ്താദുമാരെ കാണാൻ കഴിയൂല, ലോകമൊന്നും കാണാൻ കഴിയില്ല, കഅബ കാണാൻ കഴിയില്ല, പരിശുദ്ധ ഖുർആൻ കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മൾക്ക് പോകാൻ സാധ്യമല്ല. അപ്പൊ കാഴ്ച ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാഴ്ച ശക്തി മരണം വരെ നിലനിൽക്കാനുള്ള അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആനിലെ ഖാഫ് സൂറത്തിലെ 22-ാമത്തെ ആയത്ത്. ഏതാണ് ആ ആയത്ത്? ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. സ്ക്രീനിലേക്ക് നോക്കൂ. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഇത് 7 പ്രാവശ്യം ഓതണം. ഒരു പ്രാവശ്യം ഓതുക, അതിനുശേഷം ഒരു സ്വലാത്ത് ചൊല്ലുക, വീണ്ടും ഒരു പ്രാവശ്യം ഓതുക, അതിനുശേഷം ഒരു സ്വലാത്ത് ചൊല്ലുക, വീണ്ടും ഒരു പ്രാവശ്യം ഓതുക, അതിനുശേഷം ഒരു സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ 7 പ്രാവശ്യം ഓതണം. ഇതിന്റെ ഇടയിൽ ഓതേണ്ട സ്വലാത്ത് ഏതാണ്? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. അത് തിബ്ബു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് സ്വലാത്ത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം സൂറത്തു ഖാഫിലെ 22-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. അതിനുശേഷം ഈ പറഞ്ഞ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇങ്ങനെ തുടർച്ചയായി ആയത്തോതുക, സ്വലാത്ത് ചൊല്ലുക, ആയത്തോതുക, സ്വലാത്ത് ചൊല്ലുക. 7 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ കയ്യിന്റെ 2 തള്ളവരെടുത്ത് ആ തള്ളവരിലേക്ക് മന്ത്രിച്ചൂതുക. മന്ത്രിച്ചൂതിച്ച് തള്ളവരല് കൊണ്ട് നമ്മളെ 2 കണ്ണുങ്ങനെ തടവി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് മരണം വരെ കാഴ്ച ശക്തിയോടുകൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മഹാന്മാര് പറയുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ കേൾക്കാറില്ലേ? ആ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് മർഹബം ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മളെ തള്ളവരലിലേക്ക് ഊതുക. എന്നിട്ട് ആ തള്ളവരല് കണ്ണിൽ ഇങ്ങനെ തടവി കൊടുത്താലും കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഇപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കാൻ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സൂറത്തു ഖാഫിലെ 22-ാമത്തെ ആയത്ത് ഓതുക, അതിനുശേഷം തിബ്ബു സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ 7 പ്രാവശ്യം തുടർച്ചയായി ചൊല്ലി തള്ളവരലിലേക്ക് ഊതി ആ തള്ളവരലിലെ കണ്ണിൽ ഇങ്ങനെ തടവുക എന്നുള്ളത്. 2-ാമത്തെ കാര്യം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ കേൾക്കുമല്ലോ, അതിന്റെ സമയത്ത് ഈ പറഞ്ഞ ദിക്റും ചൊല്ലിയിട്ട് നമ്മളെ തള്ളവരലൂതി കണ്ണിൽ തടവി കഴിഞ്ഞാലും കാഴ്ച ശക്തി നിലനിൽക്കും. അള്ളാഹു കാഴ്ച ശക്തി ഇല്ലാത്തവർക്കൊക്കെ കാഴ്ച ശക്തി നിലനിൽക്കി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. റബ്ബേ, ഓപ്പറേഷൻ ഇല്ലാതെ കണ്ണിന്റെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആയുരാരോഗ്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.